മെഡിക്കൽ എക്യുപ്മെൻറ്റുകളുടെ പ്രോട്ടോക്കോളുകൾ, മെഷീൻസിൻ്റെ പ്രോട്ടോക്കോളുകൾ, കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളുകൾ പല വർഷങ്ങൾ അത് വളരെ സ്കാറ്റേഡായിട്ട് കിടന്ന ഒരു സംഗതിയാണ്. ഓരോരുത്തരും അവരവരുടെ സ്വന്തം സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് EMR കമ്മ്യൂണിക്കേഷൻ അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ്. EMR കമ്മ്യൂണിക്കേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അനേകം പ്രോട്ടോക്കോളുകളുള്ള മെഷീനുകളെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് തേർഡ് പാർട്ടി ടൂളുകൾ ഒരുപാട് കാലം ഉണ്ടായിരുന്നു. ഈ തേർഡ് പാർട്ടി ടൂളുകളിൽ ഏതാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് ഗ്രേപ്സ് ഉപയോഗിച്ചിരിക്കുന്നത്? ഗ്രേപ്സ് എങ്ങനെയാണ് ഈ മെഷീൻസും EMRഉം തമ്മിലുള്ള ഇൻ്റർഓപ്പറബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് അച്ചീവ് ചെയ്തത്? ഇത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഭാഗമല്ലേ? ശരിയാണ്. പഴയ കാലങ്ങളിൽ ലാബ് ഇൻ്റഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് മിഷൻ ഇൻ്റഗ്രേഷൻ വരുമ്പോൾ അതിൽ ഓരോ മിഷൻ്റെ മാനുഫാക്ചററും അവരുടേതായ പ്രോട്ടോകോൾ സെറ്റുകളാണ് ബിൽഡ് ചെയ്തിരുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. അതിൽ പലതും മെഷീനുകൾ കമ്മ്യൂണിക്കേഷൻ പോലും ഉണ്ടായിരുന്നില്ല. ചില മെഷീൻ്റെ വെൻഡേഴ്സ്, മാനുഫാക്ചേഴ്സ് അതിൽ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ആ ഡേറ്റ ഒരു ടെക്സ്റ്റ് ഫയലായിട്ട് ഹാർഡ് ഡിസ്കിലേക്ക് സേവ് ചെയ്യും. അവിടെ നിന്ന് നമ്മൾ ആ ടെക്സ്റ്റ് ഫയൽ റീഡ് ചെയ്ത് വാല്യൂസിനെ എടുക്കണം. പിന്നീട് അത് ഒരു സീരിയൽ പോർട്ട് കമ്മ്യൂണിക്കേഷൻ വഴി നമുക്ക് ഡേറ്റ ഹാൻഡ് ഷേക്ക് ചെയ്യുന്നതിലേക്ക് വന്നപ്പോൾ ധാരാളം പ്രോട്ടോക്കോളുകൾ ഓരോ കമ്പനികളും ഉണ്ടാക്കാൻ തുടങ്ങി. ശരിക്കും ആ കാലഘട്ടത്തിൽ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകൾ വളരെ വിരളമായിരുന്നത് കൊണ്ട് തന്നെ അന്ന് വലിയൊരു ചർച്ചാ വിഷയമൊന്നും ആകാത്ത ഒരു ഇൻഡസ്ട്രി സബ്ജക്റ്റ് ആയിരുന്നു അത്. എന്നാൽ തുടർന്ന് മുമ്പോട്ട് വന്നപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ പലപ്പോഴും ധാരാളമായി ഈ ഇൻ്റഗ്രേഷൻസ് ആവശ്യമായി വന്നൊരു കാലഘട്ടത്തിലേക്ക് എത്തി. കാരണം കൂടുതൽ ഓട്ടോമേറ്റഡ് ലാബ് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ ഈ ഒരു പ്രോട്ടോകോൾസിൻ്റെ പല വിധത്തിലുള്ള സംവിധാനങ്ങൾ ഓരോ സോഫ്റ്റ്വെയറിലും കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ അളവ് കൂടി. അങ്ങനെ തേർഡ് പാർട്ടി വെൻഡേഴ്സ് ഈ പ്രോട്ടോക്കോളുകളെ കൺവേർട്ട് ചെയ്ത് HMS സോഫ്റ്റ്വെയറിലേക്ക് അല്ലെങ്കിൽ AMR സോഫ്റ്റ്വെയറിലേക്ക് കൊടുക്കുന്നതിന് ഒരുപാട് തേർഡ് പാർട്ടി വെൻഡേഴ്സ് വന്നു. അവർ ഈ പ്രോട്ടോക്കോളുകൾ പഠിച്ച് ഒരു തേർഡ് പാർട്ടി മിഡിൽ വെയർ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി മെഷീനുമായിട്ടും HMS സോഫ്റ്റ്വെയറുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു സംവിധാനത്തിലെത്തിയിരുന്നു. ഗ്രേപ്സ് തുടക്കം മുതൽ തന്നെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് പോലെ തന്നെ ആക്യുറസി ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ലാബിലെ ഇൻവെസ്റ്റിഗേഷൻ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുമ്പോൾ അതിനകത്തൊരു തെറ്റ് വന്നാൽ അത് ആ മെഷീനിൽ നിന്ന് സെൻഡ് ചെയ്തപ്പോഴാണോ മിസ്റ്റേക്ക് വന്നത്, നമ്മളിവിടെ സേവ് ചെയ്തപ്പോഴാണോ എന്ന് അറിയേണ്ട ഒരു ആവശ്യമുണ്ട്. ഒരു തേർഡ് പാർട്ടി വെൻഡർ ഇതിൻ്റെ ഇടയിൽ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എവിടെയാണ് മിസ്റ്റേക്ക് വന്നതെന്ന് അറിയുക വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ ഈ മൾട്ടിപ്പിൾ പ്രോട്ടോക്കോളുകളെ എനിക്കൊന്നൊരു 18 വേ എങ്കിലും നമ്മളിതിൽ ഗ്രേപ്സിൽ പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് എഴുതി ആഡ് ചെയ്തിട്ടുണ്ട്. അന്ന് മാർക്കറ്റിലുണ്ടായിരുന്ന എല്ലാ പ്രോട്ടോക്കോളുകളും ഗ്രേപ്സ് തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പേര് ഗ്രേപ്സ് IDMR തന്നെ, ഇൻ്റഗ്രേറ്റഡ് ഡിജിറ്റൽ മെഡിക്കൽ റെക്കോർഡ്സ് എന്നാണ്. പക്ഷേ അതൊരു കഴിഞ്ഞ കാലഘട്ടമാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ മെഷീനും ASTM അല്ലെങ്കിൽ HL7 എന്ന് പറഞ്ഞ 2 പ്രോട്ടോക്കോളുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ASTM ആക്ച്വലി പഴയ എല്ലാ ലാബ് എക്യുപ്മെൻറ്റ്സ് പ്രോട്ടോക്കോളുകളെയും റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു എക്യുപ്മെൻറ്റ്സിൻ്റെ ഡേറ്റ ഹാൻഡ് ഷേക്കിങ്ങിന് വേണ്ടിയിട്ട് വന്നൊരു അമേരിക്കൻ സ്റ്റാൻഡേർഡാണ് മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുന്നതിന്, മെഷീൻസ് ആൻഡ് മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുന്നതിന്. പക്ഷേ ഗ്രാജുവലി അമേരിക്കയുടെ വലിയ ആധിപത്യം നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ എക്യുപ്മെൻറ്റ്സിൽ, ലാബ് എക്യുപ്മെൻറ്റ്സിൽ നഷ്ടപ്പെട്ടുകൊണ്ട് ചൈനയിൽ നിന്നും മറ്റുമൊക്കെയുള്ള ധാരാളം എക്യുപ്മെൻറ്റ്സ് വന്നു തുടങ്ങി. അങ്ങനെ ഒരു യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ഒരു പ്രോട്ടോക്കോള് ആവശ്യമായി വന്നു. ഇപ്പോൾ മിക്ക നമ്മുടെ മെഷീനുകളിലും ASTMൻ്റെ കൂടെ തന്നെ HL7 എത്തി തുടങ്ങി. ഹെൽത്ത് ലെവൽ 7 പ്രോട്ടോക്കോൾ എത്തി. ചില മെഷീനുകളിൽ ഇപ്പോൾ HL7 മാത്രമായി എത്തിയിട്ടുണ്ട്. എന്താണ് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പഴയ ആ ഒരു സീരിയൽ പോർട്ട് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നമുക്ക് ഉപേക്ഷിച്ചുകൊണ്ട് സാധാരണ നമ്മുടെ TCP/IP എന്ന് പറഞ്ഞ ഇൻ്റർനെറ്റ് ബേസ്ഡ് പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് തന്നെ RJ45 സാധാരണ നെറ്റ്വർക്ക് കേബിൾ ഉപയോഗിച്ചുകൊണ്ട് മെഷീനെ കണക്ട് ചെയ്യാൻ പറ്റും. അതിന് ഡെഡിക്കേറ്റഡ് സീരിയൽ പോർട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഓരോ കമ്പനികളും ഓരോ പ്രോട്ടോക്കോളിനനുസരിച്ച് അവരുടെ സീരിയൽ പോർട്ടിലെ കണക്ഷൻസ് വരെ മാറ്റിയിരുന്നു.
ആ കാലമൊക്കെ കടന്നുപോയിട്ട് HL7 വന്നു. HL7 യഥാർത്ഥത്തിൽ ഒരു മിഷൻ ഇൻ്റഗ്രേഷന് വേണ്ടി മാത്രമുള്ള പ്രോട്ടോക്കോളൊന്നും അല്ല. ഒരു രജിസ്ട്രേഷൻ മുതൽ ഡിസ്ചാർജ് വരെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻസും മറ്റൊരു സോഫ്റ്റ്വെയറുമായിട്ടോ മറ്റൊരു മിഷനുമായിട്ടോ ഹാൻഡ് ഷേക്ക് ചെയ്യത്തക്ക വിധത്തിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു യൂണിവേഴ്സൽ പ്രോട്ടോകോൾ സ്യൂട്ടാണ്. അതിൽ ക്ലിനിക്കൽ ഇൻഫർമേഷൻസ്, അഡ്മിഷൻസ്, ബില്ലിംഗ് ഇൻഫർമേഷൻസ്, അങ്ങനെ ഒരു ഹോസ്പിറ്റലിനകത്തുള്ള ഡേറ്റ അത് ഏത് മേഖലയിൽപ്പെട്ടതാണെങ്കിലും ഹാൻഡ് ഷേക്ക് ചെയ്യത്തക്ക വിധത്തിൽ തന്നെ അത് കണക്റ്റഡ് ആണ്. ഇപ്പോൾ ABDM പോലെയുള്ള ഇൻ്റഗ്രേഷൻസ് ഒരു സെൻട്രലൈസ്ഡ് ഡേറ്റ ആർക്കിടെക്ചർ വന്നപ്പോൾ FHIR മാറിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു ഫാസ്റ്ററായിട്ടുള്ള ഡേറ്റ ഹാൻഡ് ഷേക്കിംഗ് അൽഗോരിതത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഗ്രേപ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി അതർ ബ്രാൻഡുകളും ശരിക്കും ഈ തേർഡ് പാർട്ടി ആശ്രയിക്കുന്ന ഇതൊരു വലിയ മെനക്കെട്ട പരിപാടി ആയതുകൊണ്ടാണ് ഇത്രയും പ്രോട്ടോകോൾസ് ഇട്ടൊക്കെ എഴുതുക. പക്ഷേ എല്ലാവർക്കും ഇപ്പം പണ്ട് ഗ്രേപ്സ് ചെയ്തിരുന്ന പോലെ തന്നെ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ ചെയ്യാവുന്ന സംവിധാനം എത്തിയിട്ടുണ്ട്. കാരണം ഈ 1, 2 അല്ലെങ്കിൽ 3 പ്രോട്ടോക്കോളിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷെ തുടക്കം മുതൽ തന്നെ ഗ്രേപ്സ് ഒരിക്കൽ പോലും തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറുകൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ എല്ലാ ഇൻ്റർ കണക്ടിവിറ്റി, അതൊരു മെഷീനായിട്ടാണെങ്കിലും പാക്സിൻ്റെ സെർവർ നമ്മുടെ എക്സ്റേ, CT, USG സ്കാനുമായിട്ടൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നതാണെങ്കിലും അത് തന്നെ പലപ്പോഴും നമ്മൾ മിഷൻസുമായിട്ട് ബയോഡയറക്ഷനിൽ ചെയ്യുന്നെങ്കിലും ഈ തേർഡ് പാർട്ടി ടൂൾസ് പലതും പാക്സിലേക്ക് എത്തുമ്പോൾ യൂണിഡയറക്ഷനിലാണ്. വർക്ക് ലിസ്റ്റ് അത് പ്രൊവൈഡ് ചെയ്യാറില്ല. നമ്മൾ വർക്ക് ലിസ്റ്റ് ഉൾപ്പെടെ കണക്ട് ചെയ്തുകൊണ്ട് പിന്നെ കംപ്ലീറ്റ് ഇനി ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ EMR ഹാൻഡ് ഷേക്ക് ചെയ്യുകയോ വരുന്നതെല്ലാം തന്നെ നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ആണ് പ്രോട്ടോകോൾസ്. സോ ഒരു തേർഡ് പാർട്ടി വെൻഡറെ ആശ്രയിക്കാതെ തന്നെയാണ് ഗ്രേപ്സ് ഇതുവരെയും ഈ ഒരു ശരിക്കും എക്സ്ചേഞ്ച് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്.